ആളുകൾക്ക് കരുതിയതുപോലുള്ള പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടായില്ല. ചർച്ച അവിടെ തുടരുകയാണ്. നമ്മളും ഈ രമേശ് ചെന്നിത്തല ക്യാമ്പുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലയോ എന്ന് ചോദിച്ചാൽ ആളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. അതേസമയം സാധാരണഗതിയിൽ ഇങ്ങനെ UDF ഇങ്ങനെ കുറച്ച് മന്ത്രിമാരെയൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ച് പാടുപെടും. വലിയ നേതാക്കന്മാർ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുമുണ്ട്. അപ്പോൾ എന്താണ് ആഷ്മി, ഈ മന്ത്രിസഭയിൽ ഏകദേശം മന്ത്രിമാരൊക്കെ ഫിക്സ് ആയല്ലോ? SK ഇവിടെ രമേശ് ചെന്നിത്തല ഈ നാടിന്റെ മുഖ്യമന്ത്രിയാവാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. മുഖ്യമന്ത്രി പദവി കിട്ടുന്നില്ല. രണ്ടാമത്തെ പദവി ആഭ്യന്തര പദവി എന്ന അദ്ദേഹം തീർത്തും അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ്. അത് കിട്ടുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയില്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും മാരകമായി സംഭവിക്കുമോ എന്ന ചോദ്യത്തിനപ്പുറം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ ഈ മന്ത്രിസഭ 102 സീറ്റിൽ വലിയ മഹാവിജയം നേടി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആ മന്ത്രിസഭയുടെ വലിയൊരു ഗ്ലോറിക്കൊരു മങ്ങലേൽക്കുമെന്ന തർക്കം വേണ്ട. അതൊരു കല്ലുകടിയാണ്. അത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിക്കിടെ സത്യപ്രതിജ്ഞ എന്ന് തന്നെ നമ്മുടെ തലക്കെട്ട് അത് ഉണ്ടാവുന്നില്ല എന്ന ഒന്നാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞ സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി ഇവിടെ തല്ല് കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാകുമ്പോൾ തല്ല് മന്ത്രിമാരുടെ കാര്യത്തിലാണ് എന്ന് നമ്മളടക്കം എല്ലാവരും അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ധാരണ അങ്ങനെ ഉണ്ടായില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി ഓരോരോ പ്രശ്നമേഖലകൾ ഓരോരോ പരിഹാര സാധ്യതകൾ പരിഹരിച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പോൾ ഒരു അന്തിമ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ലിസ്റ്റ് തയ്യാറാക്കലാണ് ലക്ഷ്യം. നാളെ ഗവർണർക്ക് വൈകുന്നേരം ആകുമ്പോൾ ലിസ്റ്റ് കൊടുക്കുക. മറ്റന്നാളാകുമ്പോഴേക്കും എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തല കാര്യം തന്നെ ഏറ്റവും പ്രധാനം. ഏറ്റവും $1 ബില്യൺ ചോദ്യം VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ക്യാബിനറ്റിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമോ എന്നുള്ളത് തന്നെയായിരുന്നു ചോദ്യം. രമേശ് ചെന്നിത്തല 40 വർഷം മുമ്പ് ആദ്യമായി മന്ത്രിയാവുന്ന സമയത്ത് VD സതീശൻ വിദ്യാർത്ഥിയാണ്. ഒരു KSUവിന്റെ സാധാരണ നേതാവാണ്. അപ്പോൾ ആ VD സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരമല്ലാതെ മറ്റൊരു പദവിയിലേക്ക് ഒരു ക്യാബിനറ്റ് എൻട്രി ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യമല്ല എന്നൊരു പശ്ചാത്തലം അവിടെയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.